നമ്മുടെ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവും കൊട്ടാരക്കരയ്ക്ക് പ്രിയപ്പെട്ട എംഎൽഎയും കേരള ധനമന്ത്രിയുമായിട്ടുള്ള സഖാവ് കെ.എൻ. ബാലഗോപാൽ, കയ്യൂരിൽ നിന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി കൈമാറിയ പതാകയുമായി എത്തിച്ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സഖാവ് M. സ്വരാജ്, അതിൻ്റെ കൂടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റന്മാർ, ഇതിലുള്ള സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇത് കഴിഞ്ഞാലുടനെ കൊട്ടാരക്കര ഏരിയയിലെ 3 രക്തസാക്ഷികളുടെ കുടീരത്തിൽ നിന്നും ആരംഭിക്കുന്ന ദീപശിഖ, അതിലെ ഒരു ദീപശിഖ റാലി ഇവിടെ എത്തിയിട്ടുണ്ട്. 2 ദീപശിഖയും കൂടി ഇവിടെ നിന്ന് ആരംഭിക്കും. ഒപ്പം കൊല്ലൂരിലെ ക്യാപ്റ്റനും സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് വത്സൻ പനോളി മാനേജരും സഖാവ് അനുശ്രീ അംഗവുമായ ജാഥ കൊട്ടാരക്കര ചേർന്നിരിക്കുകയാണ്. ഈ സ്വീകരണ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സംഘാടക സമിതിയുടെ സെക്രട്ടറിയും പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായ സഖാവ് K. ജോൺസനെ ക്ഷണിക്കുകയാണ്. ഈ സമാപന സമ്മേളനം കഴിഞ്ഞാൽ ഉടനെ, അല്ലെങ്കിൽ ഈ സ്വീകരണ സമ്മേളനം കഴിഞ്ഞാൽ ഉടനെ കൊല്ലത്തേക്ക് തിരിക്കുന്നതാണ്. പതാക ജാഥ ഇവിടെ ജാഥാംഗങ്ങളടക്കം ആളുകളുടെ ഭക്ഷണത്തിന് വിശ്രമത്തിന് ശേഷം 2 മണിക്ക് ശേഷമാണ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. ഈ രീതിയിലാണ് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ഞാൻ ദീർഘമായൊന്നും പറയുന്നില്ല. ഈ ജാഥയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ എല്ലാ പാർട്ടി നേതാക്കന്മാരെയും സഖാവ് K.N. ബാലഗോപാൽ, സഖാവ് M. സ്വരാജ്, അതേപോലെ തന്നെ സഖാവ് പാനോളി, അതേപോലെ തന്നെ നമ്മുടെ സഖാക്കളെ എല്ലാവരെയും, മുഴുവൻ സഖാക്കളെയും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. യെച്ചൂരി നഗറിൽ ഇന്ന് വൈകുന്നേരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള രക്തപതാകയാണ്. 1-ാം തീയതി വൈകുന്നേരം അനശ്വരരായ കയ്യൂർ രക്തസാക്ഷികൾ മഠത്തിൽ അബുവിൻ്റെയും ചിരുകണ്ഠൻ്റെയും കുഞ്ഞമ്പുവിൻ്റെയും അബൂബക്കറിൻ്റെയും അനശ്വര സ്മരണകളിരമ്പുന്ന തേജസ്വനി തീരത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും CPIM സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് M. V. ഗോവിന്ദൻ മാസ്റ്റർ ഞങ്ങളെ ഏൽപ്പിച്ച് കാസർഗോഡ് മുതൽ പത്തനംതിട്ട വരെയുള്ള ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി അല്പം മുൻപ് ഏനാത്ത് വെച്ച് കൊല്ലം ജില്ലയിൽ പ്രവേശിക്കുകയും ഇപ്പോഴിവിടെ കൊട്ടാരക്കരയിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ രക്തസാക്ഷി കുടീരങ്ങളിൽ നിന്നും പുറപ്പെട്ട ദീപശിഖ ജാഥകളും അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും. അനശ്വരരായ ശൂരനാട് രക്തസാക്ഷികളുടെ ഓർമ്മകൾ തുടിക്കുന്ന ആ മണ്ണിൽ നിന്നും ഉദ്ഘാടനം ചെയ്യപ്പെട്ട കൊടിമര ജാഥയും വയനാറിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പ്രയാണം ആരംഭിച്ച പ്രധാന ദീപശിഖ ജാഥയുമെല്ലാം ഇന്ന് സമ്മേളന നഗരിയിൽ സംഗമിക്കുകയാണ്. കേരളം പ്രതീക്ഷാപൂർവം കാതോർത്ത് കാത്തിരിക്കുന്ന സംസ്ഥാന സമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ പാർട്ടിയെയും പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തെയുമെല്ലാം രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ കേരളീയരും മലയാളികളും ഏറെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെയാണ് കാണുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇത്തവണ സംസ്ഥാന സമ്മേളനത്തിൽ സംഘടനാ കാര്യങ്ങൾക്ക് പുറമെ നവകേരളത്തിൻ്റെ രൂപരേഖ കൂടി ചർച്ച ചെയ്യുന്നുണ്ട് എന്നതാണ്. നവകേരളത്തിൻ്റെ രൂപരേഖ ചർച്ച ചെയ്യാനിടയായ പശ്ചാത്തലത്തെക്കുറിച്ചെല്ലാം വിശദമായിട്ടൊന്നും ഇവിടെ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നട്ടുച്ച സമയമാണിത്. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, നിലവിലുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, കഴിഞ്ഞ 8-9 കൊല്ലമായി അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ്, സർവതല സ്പർശിയായ വികസനത്തിന്റെ പുതിയൊരു ഉയരങ്ങളിലേക്കാണ് കേരളത്തെ ആനയിച്ചിട്ടുള്ളത്. വൻകിട പദ്ധതികളും ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്ന ക്ഷേമ പദ്ധതികളും സമന്വയിപ്പിച്ചുകൊണ്ട് പുതിയൊരു വികസന സംസ്കാരമാണ് കേരളത്തിൽ സൃഷ്ടിച്ചത്. ഈ നേട്ടങ്ങളെല്ലാം അനുഭവിക്കുന്ന കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ഒരു 3-ാം ഊഴം നൽകണം എന്ന അഭിപ്രായമാണ് ശക്തിപ്പെട്ടു വരുന്നത്. ആ അഭിപ്രായം, ആ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെടുന്ന വർഷമായി 2026 മാറും എന്ന കാര്യം ഉറപ്പാണ്. 2026-ൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് തുടർച്ചയായി 3-ാം ഊഴം ലഭിക്കുമ്പോൾ ആ ഗവൺമെന്റിന്റെ പ്രവർത്തന പദ്ധതികൾക്ക് ദിശാബോധം നൽകുന്നതായി നവകേരളത്തിന്റെ രൂപരേഖ മാറും. ആ
സവിശേഷ പ്രാധാന്യം കൂടി ഈ സംസ്ഥാന സമ്മേളനത്തിനുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. വിവിധ ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി ഇവിടെ എത്തിയ ഈ പതാക ജാഥയ്ക്ക് ഈ തിളച്ചുമറിയുന്ന വേനൽ ചൂടിലും ജ്വലിച്ചുയരുന്ന സമരാവേശം കൊണ്ട് ചൂടിനെ കീഴ്പ്പെടുത്തി സ്വീകരിക്കാൻ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹം